ഭാരതീയ ജനതാ പാർട്ടി ഒരിക്കൽ കൂടി ചരിത്രം രചിക്കുകയാണ്. ഈ ചരിത്ര രചനയുടെ ആദ്യ ഭാഗം കഴിഞ്ഞ ഒക്ടോബർ 2 മുതൽ നടന്നു വരുന്നു. ലോകത്തെ ഏറ്റവും അധികം അംഗങ്ങളുള്ള രാഷ്ട്രീയ കക്ഷി എന്ന പദവി കൂടുതൽ അംഗങ്ങളെ ചേർത്തുകൊണ്ട് കൂടുതൽ ബൃഹത്തായ അംഗസംഖ്യയും തീവ്രമായ സമർപ്പണ ബുദ്ധിയുമുള്ള പ്രവർത്തകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൂടുതൽ വലിയ രാഷ്ട്രീയ കക്ഷിയായി ചരിത്രം സൃഷ്ടിച്ചു കഴിയുന്നു. അതിനുശേഷം ഇതാ തികച്ചും ജനാധിപത്യപരമായ സുതാര്യമായ ഒരു പ്രക്രിയയിലൂടെ സംഘടനാ പ്രവർത്തകരെ, സംഘടനാ നേതാക്കളെ വീണ്ടും തെരഞ്ഞെടുക്കുകയോ കണ്ടെത്തുകയോ ചെയ്യുന്നതിലൂടെ നമ്മൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മാതൃകയാവുകയാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും എല്ലാ തലങ്ങളിലും ഉണ്ടാകേണ്ടതാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പുകളിൽ മാത്രമല്ല ജനാധിപത്യത്തിന് പ്രസക്തിയുള്ളത്. ഓരോ രാഷ്ട്രീയ കക്ഷിക്കും ജനാധിപത്യ മൂല്യങ്ങൾ കാണിക്കുന്നതിന്, പ്രകടമാക്കുന്നതിന്, അത് പിന്തുടരുന്നതിനുമുള്ള ഉത്തരവാദിത്വം. എങ്ങനെയാണ് ഒരു പാർട്ടി അതിന്റെ ജനാധിപത്യ ബോധത്തെ പ്രകാശിപ്പിക്കേണ്ടത്? മുഴുവൻ ജനസമൂഹത്തിനും പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് ആരെയും പാർശ്വവൽക്കരിക്കുന്നില്ല, ആരെയും അരികുകളിലേക്ക് തള്ളി മാറ്റുന്നില്ല, ആരെയും കണ്ടില്ലെന്ന് നടിക്കുന്നില്ല, ആരെയും ഒഴിവാക്കുന്നില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് വേണം ഒരു രാഷ്ട്രീയ കക്ഷി അതിന്റെ ജനാധിപത്യത്തിലുള്ള വിശ്വാസത്തെ പൊതുസമൂഹത്തിന് മുൻപിൽ സാക്ഷാത്കരിക്കേണ്ടത്. ഇങ്ങനെയൊരു ചുമതല നിർവഹിക്കുന്ന കാര്യത്തിൽ ഭാരതത്തിൽ ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് മാതൃകാപരമായ വഴിയിലൂടെ അതിന്റെ മുന്നോട്ടുള്ള പ്രയാണം ആവിഷ്കരിക്കുന്നതെന്ന് പറയുന്നത്. ഇതര രാഷ്ട്രീയ കക്ഷികളിലൊക്കെ ജനാധിപത്യം കേവലം ഒരു പദപ്രയോഗം മാത്രമാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ സത്തയായി നിലനിൽക്കുന്നതാണ് ജനാധിപത്യം. അതുകൊണ്ടാണ് 2025 പൂർത്തിയാകുന്ന, ഏതാണ്ട് ഒരു ഘട്ടം പൂർത്തിയാകുന്ന ജില്ലാ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്ന ഈ ഘട്ടത്തിൽ പൂർണ്ണമായ ജനാധിപത്യ ബോധം നമ്മൾ പ്രകടിപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ധൈര്യപൂർവ്വം പറയാൻ കഴിയുന്നത്. ജനസംഖ്യയുടെ പകുതി അല്ലെങ്കിൽ പകുതിയിലപ്പുറം വരുന്ന സ്ത്രീകൾ, അവരെ നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. 4 ജില്ലാ അധ്യക്ഷ പദവികളിലേക്ക് വനിതകളാണ് വന്നിരിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ബിജെപിയെ പറ്റി ആരോപിക്കാറുണ്ട് പലപ്പോഴും, ബിജെപി ന്യൂനപക്ഷങ്ങളെ പരിഗണിക്കുന്നില്ല എന്ന്. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള 3 ജില്ലാ അധ്യക്ഷന്മാർ വന്നിരിക്കുന്നു. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗങ്ങളിൽപ്പെട്ട ജില്ലാ അധ്യക്ഷന്മാർ വന്നിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളിൽ ഒരു വിഭാഗത്തെയും അവഗണിക്കാതെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയാണ് എന്നത് കേവലം മുദ്രാവാക്യം മാത്രമല്ലെന്ന് തെളിയിച്ചുകൊണ്ട് സബ്കാ സാത്ത് എന്നത് പറഞ്ഞു പഴകിയ മുദ്രാവാക്യമല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഹൃദയത്തിൽ കുറിച്ചിടപ്പെട്ട ആപ്തവാക്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുന്നത്. നമ്മുടെ ഓരോ ജില്ലയും ഒന്നോ അതിലധികമോ സംഘടനാ ജില്ലകളായി തിരിക്കപ്പെട്ടിരിക്കുന്നു. പാലക്കാട് വെസ്റ്റ് എന്ന് അറിയപ്പെടുന്ന ഈ ഒരു സംഘടനാ ജില്ലയ്ക്ക് മറ്റെല്ലാ ജില്ലകളെയും പോലെ തന്നെ പുതിയ അധ്യക്ഷൻ, പുതിയ ഭരണസമിതി നിലവിൽ വരുന്നു. ഈ ജനാധിപത്യ പ്രക്രിയ അനുസ്യൂതമായ ഒരു പ്രവാഹമായി തുടർന്നുകൊണ്ടേയിരിക്കും. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരായ നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. അഭിമാനിക്കുക മാത്രമല്ല, പാർട്ടിയുടെയും സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും പുരോഗതിക്ക് വേണ്ടി നമ്മെ പുനഃസമർപ്പണം ചെയ്യുന്നതിനുള്ള ഒരു സന്ദർഭം കൂടിയാണ്.
ഞാൻ കൂടുതൽ ദീർഘമായി സംസാരിക്കുന്നില്ല. പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണം നടക്കേണ്ടുന്ന ഒരു സമ്മേളനമാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും ഞാൻ എന്റെ സന്തോഷവും നന്ദിയും സ്നേഹവും പങ്കുവയ്ക്കുന്നു. വളരെ സുപ്രധാനമായ നിമിഷങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത്. ഈ യോഗത്തിൽ ഒരു ആമുഖ ഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലാ അധ്യക്ഷനായിരുന്ന പ്രിയങ്കരനായ ശ്രീ KM ഹരിദാസിനെ ക്ഷണിക്കുന്നു. നന്ദി. ആരാധ്യനായ ഈ പുതിയ ജില്ലാ അധ്യക്ഷനെ അവരോധിക്കുന്ന ചടങ്ങിന്റെ അധ്യക്ഷ ഡോക്ടർ ജെ പ്രമീളാദേവി അവർ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ഡോക്ടർ KS രാധാകൃഷ്ണൻ സാർ, നമ്മുടെ വെസ്റ്റ് ജില്ലയുടെ അധ്യക്ഷൻ, പ്രഖ്യാപിക്കാൻ പോകുന്ന അധ്യക്ഷൻ ശ്രീ പി വേണുഗോപാൽ, രാമകുട്ടിയേട്ടൻ, വേണുവേട്ടൻ, പരമേശ്വരൻ മാഷ്, ദാസേട്ടൻ തുടങ്ങി ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. ആമുഖ പ്രഭാഷണം എന്ന് പറയുന്നത് പുറത്തു പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും പറഞ്ഞിട്ട് പോടാ എന്നുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇപ്പൊ പകുതി പ്രസിഡന്റ് കഴിഞ്ഞു. ഈ ആമുഖ പ്രഭാഷണം കഴിയുന്നതോടുകൂടി മുഴുവൻ പ്രസിഡന്റും കഴിയും. അപ്പൊ അതാണ് ആമുഖത്തിന്റെ പ്രത്യേകത. സ്വാഭാവികമായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ആര് എവിടെ എപ്പോ അവരോധിക്കപ്പെടും എന്ന് പറയാൻ സാധിക്കാത്ത ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമേ ഇന്ത്യ രാജ്യത്തുള്ളൂ. അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഏതെങ്കിലും പ്രത്യേക ഗർഭപാത്രത്തിന്റെയോ മറ്റെന്തെങ്കിലും സംവിധാനത്തിന്റെയോ മാത്രം പ്രത്യേകത കൊണ്ട് ഒരാൾ എന്തെങ്കിലും ആകാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോ സ്വാഭാവികമായിട്ടും എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരൻ ബൂത്ത് തലം മുതൽ പ്രവർത്തിച്ച്, എനിക്കറിയാം ഞാൻ ആദ്യം പ്രവർത്തനം ആരംഭിക്കുന്നത് ബൂത്ത് എന്റെ മണ്ഡലത്തിലെ പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ കൊപ്പം പഞ്ചായത്തിലെ 76-ാം ബൂത്തിൽ നിന്നാണ് ബൂത്ത് പ്രസിഡന്റായിട്ട് ഞാൻ തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം യുവമോർച്ചയുടെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ആയിട്ട് രണ്ടാമത്തെ വന്നു. മൂന്നാമത് BJPയുടെ പഞ്ചായത്ത് സെക്രട്ടറി ആയി. അതുപോലെ നമ്മുടെ വേണുവേട്ടൻ ഇവിടെ ഇരിക്കുന്ന അദ്ദേഹം മണ്ഡലം പ്രസിഡന്റ് ആവുന്ന സമയത്താണ് ഞാൻ 1997 തോന്നുന്നു ഞാൻ മണ്ഡലം ട്രഷററായി വരുന്നത്. അതിനുശേഷം മണ്ഡലം സെക്രട്ടറി ആയി, മണ്ഡലം ജനറൽ സെക്രട്ടറി ആയി, മണ്ഡലം പ്രസിഡന്റ് ആയി, ജില്ലാ സെക്രട്ടറി ആയി, ജില്ലാ ജനറൽ സെക്രട്ടറി ആയി, അവസാനം ജില്ലാ പ്രസിഡന്റുമായി. ഇത്രയും പ്രവർത്തനത്തിന് അവസരം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് എല്ലാ തരത്തിലുള്ള നന്ദിയും കടപ്പാടും കൂടി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ. സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രവർത്തനം അതിശക്തമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോ നമ്മുടെ ഓരോരുത്തരും ഇന്ന് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനം സാധാരണ പ്രവർത്തകരുടെ പ്രവർത്തനം മൂലമാണ് ഇത്രയും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് നമ്മൾ ഓരോ ചുമതലയിൽ ഇരിക്കുമ്പോഴും നമുക്ക് പിന്തുണയായി നമ്മളോടൊപ്പം ഒരുപാട് പ്രവർത്തകര് കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന ഈ ഒരു സംവിധാനം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇതുപോലെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇപ്പോ പാലക്കാട് ജില്ല 2 ജില്ലയായിട്ട്, അതായത് ഈസ്റ്റും വെസ്റ്റുമായിട്ട് മാറ്റിയിട്ടുണ്ട്. അത് നമ്മുടെ പ്രവർത്തനത്തിന് 6 നിയോജക മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവർത്തനത്തെ ഒന്നുകൂടി സുതാര്യമാക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഇത് നമുക്കൊരു അവസരമാക്കി എടുത്തുകൊണ്ട് ശക്തമായ പ്രവർത്തനത്തിൽ കൂടി നമ്മുടെ ഈ പ്രദേശം, ഒന്നാമത് വെസ്റ്റ് ജില്ല എന്ന് പറയുമ്പോ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമുക്ക് സാധാരണ 1955 ജൂലൈ 23-ാം തീയതി മധ്യപ്രദേശിലെ ഭോപ്പാലിൽ വെച്ച് BMS രൂപീകരിച്ചപ്പോ അന്നത്തെ ആ രൂപീകരണത്തിൽ 25 പേര് അടങ്ങുന്ന ആളുകളാണ് രൂപീകരിച്ചത്, പ്രബുദ്ധരായിട്ടുള്ള വ്യക്തികൾ.
സ്വാഭാവികമായിട്ടും അന്ന് ദത്തോപാന്തൻ ഡൈഗ്രിജിയോട് പത്രക്കാര് അതുപോലെ തന്നെ അന്നത്തെ പത്രക്കാര് ചോദിച്ചു, എത്ര യൂണിയൻ ഉണ്ട് നിങ്ങൾക്ക്, എന്താണ് നിങ്ങളുടെ ആസ്തി, എവിടെയാണ് നിങ്ങളുടെ ആസ്ഥാനം? അദ്ദേഹം പറഞ്ഞു 0 എന്നാണ്. ആ അവസ്ഥയാണ് ഈ ജില്ലക്ക് ഇന്ന് നിലവിലുള്ളത്. ആസ്ഥാനമുണ്ടോ? ഇല്ല. ആസ്തിയുണ്ടോ? ഇല്ല. ആസ്തിയെ കുറിച്ച് ഞാനിപ്പോ കുറച്ച് മുഴുവനോട് സംസാരിച്ചേ ഉള്ളൂ. ഒന്നുമില്ല. ഒരു പൂജ്യത്തിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. പക്ഷേ ഇച്ഛാശക്തിയുള്ള, കർമ്മശേഷിയുള്ള, കൃത്യമായി ഉള്ളില് സംഘടന എന്നുള്ള ബോധമുള്ള നമുക്ക് ഇവിടെ പലതും ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ആരാധ്യനായിട്ടുള്ള പി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ എനിക്കറിയാം, കഴിഞ്ഞ 3 വർഷക്കാലം അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റുമായിട്ട് പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ജില്ലയിൽ വളരെ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അതിന് കൃത്യമായി നമ്മൾ ഓരോരുത്തരും എന്താണോ, ഏത് തരത്തിലാണോ പിന്തുണ കൊടുക്കേണ്ടത് ആ തരത്തിലുള്ള പിന്തുണ കൊടുക്കും എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ആ തരത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ നമ്മുടെ സംഘടനയിൽ. പല ആളുകളും പല രീതിയിലുമുള്ള കാഴ്ചപ്പാടുകൾ വെക്കുന്നവരുണ്ടാവാം. അത് സംഘടന പല ആളുകളും അങ്ങനെയാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, സംഘടന ഇല്ലാത്ത ഒരു വ്യക്തി, ഒരുപക്ഷെ നമ്മളൊക്കെ അറിയപ്പെടുന്നത്, ഞാൻ ഉൾപ്പെടെ അറിയപ്പെടുന്നത് ഈ സംഘടനയുടെ പേരിലാണ്. സംഘടന ഇല്ലെങ്കിൽ നമ്മളെ ആരറിയാൻ? സംഘടനയുടെ ഭാഗമായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. വിത്തൗട്ട് BJP നമ്മളെല്ലാം വട്ടപൂച്ചലാണ്. ആ ഒരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുമ്പോൾ മാത്രമാണ് സംഘടന എന്നുള്ള സംവിധാനത്തിലേക്ക് നമ്മൾ എത്തേണ്ടതും അതിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതും വരുന്ന തലമുറയ്ക്ക് അതിന് കൃത്യമായി ഒരു ഏൽപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യതയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം ഈ സംഘടനാ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലത്തെ പരിചയമുണ്ട്, സംഘടനാ രംഗത്ത് പ്രവർത്തിച്ച പഴക്കമുണ്ട്. അദ്ദേഹത്തിന് അത് നേരിട്ടറിയാത്ത ഈ 6 നിയോജക മണ്ഡലങ്ങളിൽ അദ്ദേഹത്തെ നേരിട്ടറിയാത്ത ഒരാൾ പോലുമില്ല. അദ്ദേഹത്തിന് നേരിട്ടറിയാത്ത ഒരാൾ പോലുമില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ പ്രവർത്തനം ശക്തമായി അദ്ദേഹത്തിന്റെ പിറകിൽ നിന്നുകൊണ്ട്, ആ ജില്ലാ അധ്യക്ഷന്റെ പിറകിൽ നിന്നുകൊണ്ട് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. എല്ലാവരും അതിന് ശക്തമായ പിന്തുണ കൊടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ആളുകള്, പഴയകാല പ്രവർത്തകര്, അതുപോലെ തന്നെ പുതിയ തലമുറയിൽപ്പെടുന്ന പ്രവർത്തകര്, അവരെല്ലാം ഈ സംഘടനയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള സംഘടനയാണ്. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അധികാരം മാത്രമല്ല, ഈ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള പങ്ക് വഹിക്കാനുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ എല്ലാവരും തങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ ഈ വെസ്റ്റ് ജില്ലയെ പടുത്തുയർത്തുന്നതിന് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മളെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തുകൊണ്ട് ഒരു പുത്തൻ ജില്ലയെ ഉയർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ആരാധ്യനായിട്ടുള്ള നമ്മുടെ വേണുവേട്ടന്റെ പിറകിൽ നിന്നുകൊണ്ട് ശക്തമായ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രവർത്തനം അനസൂതം മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ, പ്രതീക്ഷയോടെ, അഭിമാനത്തോടെ കാത്തിരുന്ന ആ സുമുഹൂർത്തമാണ് പാലക്കാട് വെസ്റ്റ് ജില്ലയുടെ ആദ്യത്തെ അധ്യക്ഷനായി, ആദ്യത്തെ പ്രസിഡന്റായി ശ്രീ പി വേണുഗോപാലിനെ ഡോക്ടർ പ്രമീള ദേവി എന്ന ഞാൻ ഭരണാധികാരി പ്രഖ്യാപിച്ചു കൊടുക്കുന്നു. ആദ്യത്തെ പ്രസിഡന്റ്
അടുത്തതായി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് ഇവിടെ നിരീക്ഷകനായി എത്തിയിട്ടുള്ള പ്രിയ സുഹൃത്ത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ ബഹുമാനിയായ അധ്യക്ഷയും ജില്ലാ റിട്ടേണിംഗ് ഓഫീസറുമായ പ്രൊഫസർ ഡോക്ടർ പ്രമീള ദേവി, നമ്മുടെ പുതിയ ജില്ലാ പ്രസിഡന്റ് ശ്രീ വേണുഗോപാൽ, സമ്പൂർണമായും പഴയ ജില്ലാ പ്രസിഡന്റാക്കി മാറിയ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ കെ എം ഹരിദാസ്, ശ്രീ കെ വി ജയൻ, ശ്രീ എം സുരേഷ് ബാബു, ഈ സദസ്സിലും വേദിയിലും സന്നിഹിതരായിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കളെ, പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ആദ്യമായി ഇന്ന് ഒരു പുതിയ സംഘടന ജില്ല രൂപീകൃതമാവുകയും അതിന് ഒരു അധ്യക്ഷൻ നിയമിക്കപ്പെടുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ പാലക്കാട് വെസ്റ്റ് ജില്ലയുടെ പുതിയ അധ്യക്ഷനെ നമുക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം കൈയടിച്ച് സ്വാഗതം ചെയ്യാം. പക്ഷേ ഇവിടെ ശ്രീ ഹരിദാസ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. കാരണം ഇനി ഈ ജില്ല പുതുതായി തുടങ്ങി ആരംഭിച്ച് ഒക്കെ വരണം എന്ന് പറഞ്ഞിരിക്കുന്നു. വേണുഗോപാലിന് അതിന് കഴിയട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹവും ആശംസയും. ഞാൻ നിൽക്കുന്നത് ഒറ്റപ്പാലത്താണ്. ഒരു കാലത്ത് ഇന്ത്യയുടെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണ് ഒറ്റപ്പാലം. KPS മേനോൻ സീനിയറും അതിനുശേഷം ജൂനിയറും പിന്നെ മറ്റനേകം പേരും ഈ പ്രദേശത്തു നിന്ന് വന്ന് സെൻട്രൽ സെക്രട്ടേറിയറ്റിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സെക്രട്ടറിമാരായി ഇരുന്നുകൊണ്ട് രാജ്യഭാരം നിർവഹിച്ചിരുന്ന അക്കാലത്ത് ഇന്ത്യൻ സിവിൽ സർവീസിനെ മേനോൻഡൈറ്റിസ് ബാധിച്ചിരിക്കുന്നു എന്ന് ഒരു ആക്ഷേപം വരെ ഉണ്ടായി. വലിയ കലാകാരന്മാർക്ക് ജന്മം കൊടുത്തതാണ് ഒറ്റപ്പാലത്തിന്റെ ഈ പ്രദേശം, ഈ വെസ്റ്റ് ജില്ലയുടെ ഈ പ്രദേശം മുഴുവൻ. വലിയ വാദ്യ കലാകാരന്മാരുണ്ടായിട്ടുണ്ട്, വാഗ്ഗേയകാരന്മാരുണ്ടായിട്ടുണ്ട്. സംഗീതത്തിനും സാഹിത്യത്തിനും ഒക്കെ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഈ ഒറ്റപ്പാലം വെസ്റ്റ് ജില്ലയായി ഇന്ന് രൂപം കൊണ്ടിരിക്കുന്നത്. ആ ജില്ലയുടെ ഒന്നാമത്തെ പ്രസിഡന്റാകാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും വേണുഗോപാലിനെ സന്തോഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം പൂജ്യത്തിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ആകണം എന്നുള്ളൊരു കാര്യം തീരുമാനിക്കാനുള്ള സമ്പൂർണ്ണ അവകാശവും കിട്ടിയിരിക്കുകയാണ്. വേറൊരാൾ തുടങ്ങി വെച്ചതിന്റെ ഒരു തുടർച്ചയായിട്ടല്ല വരിക, സ്വന്തമായിട്ട് തന്നെ അതിനെ രൂപകൽപ്പന ചെയ്ത് വിഭാവനം ചെയ്ത് നടപ്പിലാക്കി എടുക്കാനുള്ള ഒരു അവസരം. അതും രാഷ്ട്രീയത്തിൽ ഒരു വലിയ അവസരം തന്നെയാണ് എന്നാണ് എൻ്റെ പ്രതീക്ഷ. രാഷ്ട്രീയത്തെ കുറിച്ച് ആലോചിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്
ഞാൻ അക്കാലത്ത് ഒരു പത്രപ്രവർത്തകനായി. 2 സീറ്റിലേക്ക് BJP പോയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ BJPയെ 85 സീറ്റിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ആള് അന്ന് അതിന് നേതൃത്വം കൊടുത്തത് ലാൽ കൃഷ്ണ അദ്വാനി ആയിരുന്നു. അപ്പൊ അന്നത്തെ ടൈം ഇത് ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന അന്നത്തെ ദ്വൈവാരിക വളരെ പ്രസിദ്ധമായിരുന്നു. അന്നത് വലിയ ഒരു മാസികയും ദ്വൈവാരികയുമായിരുന്നു. ആ ദ്വൈവാരിക ഒരു കവർ പേജ് കൊടുത്തത് ഒരു എക്സിക്യൂട്ടീവ് ചെയറിൽ അദ്വാനി ഇരിക്കുന്നതും ഹിയർ കംസ് ദ ഫ്യൂച്ചർ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. BJPക്ക് ഭൂരിപക്ഷം കിട്ടി. ആ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ സ്വാഭാവികമായും ആളുകൾ പ്രതീക്ഷിച്ചിരുന്നത് LK അദ്വാനി പ്രധാനമന്ത്രിയായി വരും എന്നാണ്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി അന്ന് തെരഞ്ഞെടുത്തത് അടൽ ബിഹാരി വാജ്പേയിയായിരുന്നു. യാതൊരു പ്രതിഷേധവും ഒരു വാക്കും പറയാതാണ് ആ മന്ത്രിസഭയിലെ 2ാം സ്ഥാനക്കാരനായിരുന്നു പണിയെടുക്കാൻ അദ്വാനി ലാൽകൃഷ്ണ അദ്വാനിക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ആ ഗവൺമെന്റിന് വളരെ സുശക്തമായി നടത്തിക്കൊണ്ടു പോകുന്നതിൽ വലിയ പങ്ക് വഹിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതിനെയാണ് പാർട്ടി അച്ചടക്കം എന്ന് പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും നടത്തിയെടുക്കാൻ ലോകത്ത് ഒരാൾക്കും ഒരു പാർട്ടിയിലൂടെയും നടക്കില്ല എന്ന കാര്യം ലളിതമായി നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ട ഒന്നാണ്. ഞാൻ വോട്ട് ചെയ്ത ആൾ വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ പ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടി ഇലക്ഷനിൽ നിന്ന് സെലക്ഷനിലേക്ക് പോയത് എന്ന ചോദ്യം പ്രസക്തമാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ 4 ജില്ലകളിൽ മണ്ഡലം പ്രസിഡന്റുമാരുടെ സമവായം ഉണ്ടാക്കുന്നതിന് വേണ്ടി പോയപ്പോൾ ഞാനും ശ്രീ കൃഷ്ണകുമാറും അടങ്ങുന്ന ടീമിന്റെ മുന്നിൽ ഈ ചോദ്യം പലവട്ടം വന്നു. ഞങ്ങൾ ഈ വോട്ട് ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥി വരില്ലേ എന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ അതിന് പറഞ്ഞ മറുപടി വരാതിരിക്കാം അല്ലെങ്കിൽ വരാം എന്നാണ്. വരും എന്ന് ഉറപ്പ് പറയാൻ സാധ്യമല്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി ജനാധിപത്യത്തിന് ഒരു പുതിയ സങ്കല്പം ഭാവന ചെയ്തെടുത്തിരിക്കുന്നു. ആ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും പാർട്ടിയുടെ അധികാര ഘടനയിൽ പ്രാതിനിധ്യം കിട്ടുന്നതാണ് ജനാധിപത്യം. തെരഞ്ഞെടുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പലപ്പോഴും നടക്കണം എന്നില്ല. ഉദാഹരണത്തിന് ഇവിടെയുള്ള സ്ത്രീ പ്രാതിനിധ്യം തന്നെ നിങ്ങൾ നോക്കിയാൽ മതിയായിരുന്നു. 30% സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാകണം എന്നാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. അത് ക്രമേണ 50% എത്തിക്കണം എന്നാണ് BJP ആഗ്രഹിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞാൽ സ്ത്രീകൾ 1ാം സ്ഥാനത്ത് എത്തുന്നത് 76 മണ്ഡലത്തിൽ ഇത് നടത്തിയ സമയത്ത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യം അങ്ങനെ വരുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ മനോഘടനയുടെ ഒരു വലിയ പ്രതിസന്ധി കൂടിയാണ്. പ്രധാനപ്പെട്ട പദവികൾ ഉണ്ടെങ്കിൽ അതൊക്കെ ആണുങ്ങൾ തന്നെ ഭരിക്കട്ടെ, ഭരിക്കാൻ ആണുങ്ങൾ എന്നൊരു സങ്കല്പത്തിൽ നിന്നും നമ്മൾ ആരും തന്നെ ഇന്നും വിമോചിതരല്ല എന്നുള്ളതാണ്. ഈ കാര്യം പാർട്ടിക്ക് അറിയാവുന്നത് കൊണ്ടാണ് വനിതകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിന്റെയും പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി നമുക്ക് ഇലക്ഷൻ അല്ല സിലക്ഷനാണ് നല്ലത് എന്ന നിഗമനത്തിലെത്തിയതും അതിന്റെ ഏറ്റവും വലിയ ഗുണം കിട്ടിയിട്ടുള്ള ജില്ലകളിൽ ഒന്ന് പാലക്കാടാണ് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. പാലക്കാട് റവന്യൂ ജില്ലയിൽ 9 ഹൈന്ദവ വിഭാഗങ്ങളിൽപ്പെട്ട നേതാക്കൾ ഉയർന്നു വന്നു കഴിഞ്ഞു. 1, 2 അല്ല, 9 എണ്ണം. ഇതുവരെ ഒരു പാർട്ടിയിലും ഉണ്ടായിട്ടില്ല. പാർട്ടികൾ ഇത് സംഘടിതമായ ശക്തികൾ പങ്കുവച്ചെടുക്കുമ്പോൾ
അസംഘടിതമായിട്ടുള്ള ദുർബല വിഭാഗങ്ങൾ അവഗണിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ജനാധിപത്യം സുശക്തമാകില്ല എന്നുള്ള കാര്യം ആദ്യം ഉന്നയിച്ചത് ഭരണഘടന അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഭരണഘടനയുടെ ശില്പി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഡോക്ടർ ബി.ആർ. അംബേദ്കർ ആണ്. അംബേദ്കർ പറഞ്ഞു, ഇത് ഇറ്റ്സ് എ ഗുഡ് ടെക്സ്റ്റ്, നല്ലൊരു പുസ്തകമാണിത്. പക്ഷേ ഇത് നല്ല രീതിയിൽ നടപ്പിലാക്കി വരുമ്പോൾ ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും അധികാരത്തിൽ പങ്കാളിത്തം കിട്ടുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ മാത്രമേ ജനാധിപത്യം അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ എന്ന കാര്യം അന്ന് അംബേദ്കർ പറഞ്ഞിട്ട് അത് നടപ്പിലാക്കപ്പെടുന്നത് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ എലക്ഷൻ എന്നുള്ളത് മാറ്റി സെലക്ഷനിലേക്ക് വന്നത്. അപ്പോൾ സ്വാഭാവികമായും എല്ലാം 40 പേര് വിടുന്ന ഒരു ഇലക്ടറൽ കോളേജിൽ നിന്ന് 35 വോട്ടും കിട്ടിയ ഒരാള് പ്രസിഡന്റ് ആയിട്ട് വരണം എന്നില്ല. അയാൾക്ക് 35 വോട്ട് കിട്ടിയില്ലേ? അത് 35 വോട്ട് കിട്ടി. പക്ഷെ 2 വോട്ട് കിട്ടിയ ഒരാളെ നിങ്ങൾ എന്തുകൊണ്ടാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നിയോജക മണ്ഡലത്തിന്റെയും കേരളത്തിന്റെ മൊത്തത്തിലുമുള്ള അവസ്ഥ പരിഗണിക്കുമ്പോൾ ആ നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഒരാള് അതിന്റെ ഭാരവാഹിയായി തീരേണ്ടത് അനിവാര്യമാണ് എന്ന് സംതൃപ്തി, എല്ലാവരും സംതൃപ്തരാണ്. പക്ഷെ സംതൃപ്തിയുടെ അളവിൽ മാറ്റങ്ങളുണ്ട്. ഒരേ അളവിൽ സംതൃപ്തി ഒരാൾക്കും കിട്ടാറില്ല. നല്ല 1-ാം തരം ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ കുടിക്കുന്ന 4 പേരുണ്ടെങ്കിൽ അന്ന് നമ്മൾ അവിടെ നിന്ന് കഴിച്ച അത്രയും വന്നില്ല. പക്ഷെ ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഭേദമാണ്. ഇങ്ങനെയൊക്കെയുള്ള മറുപടി വരും. ഇത് എല്ലാ രംഗത്തും വരും. അപ്പൊ അതുകൊണ്ട് ആരുടെയെങ്കിലും ഒക്കെ സംതൃപ്തിക്ക് കുറവ് വന്നു എന്നുള്ളത് പാർട്ടിയുടെ കുഴപ്പം കൊണ്ടല്ല വരുന്നത്, അവരുടെ കുഴപ്പം കൊണ്ടാണ്. കാരണം പാർട്ടി ഇതിനകത്ത് മുൻകൂട്ടി തീരുമാനം പറഞ്ഞിട്ടുണ്ട്. ഈ സമവായ സംരംഭത്തിനായി പോയ ഞങ്ങളോടെല്ലാം പറഞ്ഞിരുന്നത്, നിങ്ങൾ ആദ്യം പറയേണ്ടത് ഇത് ഇലക്ഷൻ അല്ല, സിലക്ഷൻ ആണ്. അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരാൾ വരണമെന്നില്ല. ബാക്കി കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ നിർണയിക്കപ്പെടുന്ന ഒരാളായിരിക്കും വരിക എന്നുള്ള സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. അതുകൊണ്ടാണ് ഇതിനു മുൻപെല്ലാം ജില്ലാ പ്രസിഡന്റുമാരെ തീരുമാനിക്കുന്നത് സംസ്ഥാന നേതൃത്വം. ഈ പ്രാവശ്യം ജില്ലാ പ്രസിഡന്റുമാരെ തീരുമാനിക്കുന്നത് സംസ്ഥാന നേതൃത്വമല്ല, കേന്ദ്ര നേതൃത്വമാണ്. ശ്രീ വേണുഗോപാലിനെ തെരഞ്ഞെടുത്തത് കേന്ദ്ര നേതൃത്വമാണ്, സംസ്ഥാന നേതൃത്വത്തിനകത്ത്. പക്ഷേ പിന്നെ ഞങ്ങൾ സംസ്ഥാന നേതൃത്വത്തിലുള്ളവർ പറയും ഞങ്ങൾ ഇത് ചെയ്തതെന്ന് പറയും എന്നുണ്ടെങ്കിലും ഞങ്ങളുടെ റോൾ അതിനകത്ത് വളരെ കുറവാണ് എന്ന സത്യം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെളിവാക്കിയില്ല. കാരണം ആര് എവിടെയൊക്കെ എങ്ങനെയൊക്കെ വരണം എന്നുള്ള കാര്യത്തിലൊരു തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം എടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പാലക്കാട് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ വേണു ഇതിന്റെ പ്രസിഡന്റായി വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് സമ്പൂർണമായ പിന്തുണ കൊടുത്താൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ വേണ്ടൂ. വേണുവിന്റെയും വേണുവിന്റെ കൂടെ വരാൻ പോകുന്ന ടീമിന്റെയും ഉത്തരവാദിത്വം വളരെ വലുതാണ്. എന്താണ് ആ വളരെ വലുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഉള്ള കാലത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാലക്കാട് നിന്ന് വലിയ വിജയം കൈവരിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുക എന്നതാണ്. അത് വേണോ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കില്ല. പക്ഷെ നമ്മളെല്ലാവരും കൂടി വിചാരിച്ചാൽ അത് നടക്കും. നമ്മളെല്ലാവരും കൂടി വിചാരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവർ ഓരോരുത്തരും ഒരു 2 ബൂത്ത് വീതം പുതുതായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ പാലക്കാടിന്റെ സ്വഭാവം മാറിപ്പോകും. 2 ബൂത്ത് ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയില്ല അല്ലേ? ആ 2 ബൂത്തെങ്കിലും ഉണ്ടാക്കാൻ ഇതിന്റെ പ്രവർത്തകർക്ക് ശ്രമിക്കണം. അതിനെ വേണുവിനെ സഹായിക്കണം എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളൂ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ജനം മാപ്പ് തരില്ല. കാരണം BJPക്ക് മുന്നേറാനും BJPക്ക് ജയിക്കാനുമുള്ള ഒരു അന്തരീക്ഷം ഇന്ന് കേരളത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു.
വളരെ ചെറിയ തോതിൽ നിന്നും ക്രമേണ വളർന്ന് 20% വോട്ടിലേക്ക് എത്തിയ ഒരു പാർട്ടി അനേകം നിയോജക മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനങ്ങളിലും മറ്റനേകം നിയോജക മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തും മറ്റു ചില മണ്ഡലങ്ങളിൽ നമുക്ക് ഏത് സമയത്തും 1-ലേക്കോ 2-ലേക്കോ എത്താവുന്ന സാഹചര്യവും നിലനിൽക്കുന്ന അങ്ങനെ ഏതാണ്ട് 60ഓളം നിയോജക മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. ആ നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയാണ് പുതിയ ഭാരവാഹികൾ വരുന്നത്. ആ ഭാരവാഹികൾക്ക് നിങ്ങളെല്ലാം കലവറയില്ലാത്ത പിന്തുണ നൽകി ഈ ജില്ല ഇനി വരുമ്പോൾ ഒരു മാതൃകാ ജില്ലയായി തീരത്തക്ക വിധത്തിൽ ഇതായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വേണുവിന് അതിനുള്ള ശക്തിയുണ്ട്. ഞാൻ വേണുവിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പറയുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അധ്യക്ഷത വഹിക്കുന്ന ഡോക്ടർ പ്രവീണ ദേവി, അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്ത രാധാകൃഷ്ണൻ സാർ, ഡോക്ടർ രാധാകൃഷ്ണൻ സാർ, നമ്മുടെ പാലക്കാട് ജില്ലയുടെ ഇതേവരെ ജില്ലാ പ്രസിഡന്റായിരുന്ന ഞാൻ കെ ഹരിദാസ് തുടങ്ങി ബാക്കി എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. നമ്മള് സംഘടനാ പർവം 2025 അതിന്റെ ഭാഗമായിട്ട് സംഘടന ജില്ല എന്ന നിലയ്ക്ക് ഒറ്റപ്പാലം ജില്ലയുടെ പ്രസിഡന്റായി നമ്മുടെ എല്ലാം ആയ ഇതേവരെ നമ്മളോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ശ്രീ വേണുഗോപാൽ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. വേണുഗോപാലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ വേണുഗോപാൽ ഞാൻ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് മണ്ണൂര് ഒറ്റപ്പാലം ഭാഗമായിട്ടുള്ള മണ്ണൂരിൽ BMS ഓഫീസറായിരുന്നു പഴയ കാലത്ത്. ആ കാലത്ത് അദ്ദേഹം BMSന്റെ പ്രവർത്തകനായിരുന്നു. അവിടെ വെച്ച് ഞാൻ ഇങ്ങനെ എനിക്ക് എന്റെ ജോലി പോകുന്നില്ല. ആ വഴിക്ക് പോകുന്ന സമയത്ത് BMS ഓഫീസിൽ കയറിയപ്പോൾ ഇദ്ദേഹം ആ ഓഫീസിലുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താണ് അദ്ദേഹം BMSന്റെ അവരുടെ മുഴുവൻ പ്രവർത്തകനാണ് എന്ന് ഞാൻ ആദ്യമായിട്ട് അറിയുന്നതും പരിചയപ്പെടുന്നു. അതിനോട് കേട്ടിട്ടായിരിക്കും, പക്ഷെ നേരിട്ട് അത്ര ബന്ധമില്ല. അതിനുശേഷം അദ്ദേഹം BJPയുടെ ചുമതലകൾ ചെറിയ ചുമതലകൾ ഏറ്റെടുത്ത് അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളുമായിട്ട് ഒരു സമയം പ്രവർത്തകനായിട്ട് പ്രവർത്തിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് വലിയ തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്തൊക്കെ തന്നെ ഇപ്പൊ തിരുവനന്തപുരത്ത് പല തെരഞ്ഞെടുപ്പുകളിലും അവിടെ മാസങ്ങളോളം പോയി താമസിച്ച് മുഴുവൻ സമയം പ്രവർത്തകനായിട്ട് പ്രവർത്തിച്ചിരുന്ന കാലഘട്ടമുണ്ടായി. അങ്ങനെ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ എല്ലാ സ്ഥലത്തും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലും പ്രവർത്തനം നടത്തി. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയത്തെ സംബന്ധിച്ചാണ്. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സംഘടനാ പ്രവർത്തനമായിരുന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിരുന്നത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നേതാക്കന്മാർ നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ സംഘടനയുടെ എല്ലാവിധത്തിലുള്ള അറിവും വെച്ച് തുടർന്ന് പാലക്കാട് ജില്ലയുടെ
ജനറൽ സെക്രട്ടറിയായി എനിക്ക് തോന്നുന്നു 12-15 വർഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൃഷ്ണദാസ് പ്രസിഡന്റായ സമയത്ത് അദ്ദേഹം 2 ടൈം പ്രസിഡന്റായിരുന്ന സമയത്ത് ജനറൽ സെക്രട്ടറിയാണ്. അതിനുശേഷം കൃഷ്ണകുമാർ 2 പ്രാവശ്യം പ്രസിഡന്റായി. ആ സമയത്ത് അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ്. നമ്മുടെ KS ഹരിദാസ് അദ്ദേഹം പ്രസിഡന്റായപ്പോഴും അദ്ദേഹം ജനറൽ സെക്രട്ടറി. അപ്പൊ ഈ ജില്ലയെ സംബന്ധിച്ച് എല്ലാ മുക്കിലും മൂലയിലും അറിയപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വളരെയധികം പ്രാധാന്യം അദ്ദേഹത്തിനുണ്ട്. ജില്ലാ പ്രസിഡന്റ് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. ജില്ലാ പ്രസിഡന്റിന് വരാൻ പോകുന്ന കാലഘട്ടം വളരെ വെല്ലുവിളിയുള്ള നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു തെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ്. ഈ ടൈമില് 3 തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട ഒരു ചുമതലയാണ് അദ്ദേഹം ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത്. ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, 26, 29 ലോകസഭാ തെരഞ്ഞെടുപ്പ്. ഈ 3 തെരഞ്ഞെടുപ്പ് കഴിയുന്നവരും അദ്ദേഹം പ്രസിഡന്റായി ആയിരിക്കണം. പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിരിക്കും. അപ്പോൾ വളരെ ബാധിച്ച ചുമതലയാണ്. നമുക്ക് ഇന്ന് ഒറ്റപ്പാലം ജില്ലയിലും 12 ജില്ലയിലും മാത്രമല്ല ഈ പാലക്കാട് ജില്ലയിൽ തന്നെ എല്ലാ ബൂത്തിലും നമുക്ക് പാർട്ടി മെമ്പർമാരുണ്ട്. പക്ഷെ പാർട്ടി പ്രവർത്തകന്മാരില്ല. സത്യമാണോ? പാർട്ടി പ്രവർത്തകന്മാരില്ല, പക്ഷെ പാർട്ടി മെമ്പർമാരുണ്ട്. അവരെ സംഘടിപ്പിച്ച് ഓരോ ബൂത്തിലും നമ്മൾ സംഘടനയുടെ വിത്ത് ഉണ്ടായിരിക്കണം. ആ വിത്ത് അവിടെ മുളച്ചു കഴിഞ്ഞാലേ അത് ചെടിയായിട്ട് വളരുള്ളൂ. അത് വിത്തായിട്ട് തന്നെ കിടക്കുകയാണ്. ഇപ്പോ വിത്തുണ്ട്, പക്ഷെ അത് മുളച്ച് വേണ്ടത്ര അനുഭവം നമുക്ക് അടിത്തട്ടത്തിൽ കിട്ടുന്നില്ല. അത് നമുക്ക് പറയാനാണ് വളരെ കാലമായിട്ട് പുറത്തുവരുന്നു. മേൽത്തട്ടിൽ എല്ലാ കാര്യങ്ങളും നടക്കും. നിയോജക മണ്ഡലം, ജില്ലാ, സംസ്ഥാനം, എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കും. പക്ഷെ എവിടെയാണോ നമുക്ക് യഥാർത്ഥത്തിൽ വർക്കുണ്ടാവേണ്ടത്, ജനങ്ങളായിട്ട് ബന്ധപ്പെടേണ്ടത് എവിടെയാണ്, ആ ബന്ധപ്പെടുന്ന സ്ഥലത്ത് ഞാൻ വട്ടപൂജ ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇപ്പോ പ്രസിഡന്റ് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കും ഇവിടെ വരേണ്ട ആൾക്കാർക്കും അത് വളരെയധികം വലിയ ചുമതല. നമുക്ക് ഈ ബൂത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വിലയില്ല. ഇന്ന് ഏറ്റവും വില കൽപ്പിക്കേണ്ടത്, വില കൊടുക്കേണ്ടത് ബൂത്ത് കമ്മിറ്റിക്കാണ്. അവിടെയാണ് ശരിയായുള്ള നേതാക്കന്മാര്, അവിടെയാണ് ശരിയായ നേതാക്കന്മാരുണ്ടാവുന്നത്, അവിടെയാണ് ജനങ്ങളെ സമീപിക്കേണ്ടത്, അവിടെയാണ് പ്രശ്നങ്ങളുള്ളത്, അവിടെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. ഇത് നമുക്ക് സാധിക്കുന്നുണ്ടോ? എത്ര സ്ഥലത്ത് സാധിക്കുന്നുണ്ട്? ഞാൻ ഈ പത്രങ്ങൾ വായിക്കുന്ന സമയത്ത് ഈ ശ്രീകൃഷ്ണപുരം മണ്ഡലത്തിൽ ചെറിയൊരു ശ്രീകൃഷ്ണ മണ്ഡലത്തിൽ വലിയ ദിവസങ്ങളുടെ പാർട്ടിയിലാവും. അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം പാർട്ടി ഏറ്റെടുത്തിട്ട് നോക്കിയത് ഒരുപാട് സന്തോഷമൊന്നും ഉണ്ടാവില്ല. അതുപോലെ ചെയ്യുന്ന ബൂത്തുകൾ ഉണ്ടായിരിക്കാം. നമ്മുടെ മാസം എല്ലാ ദിവസവും പത്രങ്ങളിൽ വരണം. എന്തുകൊണ്ട് വരാൻ സാധിക്കുന്നില്ല? നമ്മുടെ കമ്മിറ്റി കൂടി പ്രകാരം പാസ്സാക്കി പത്രങ്ങൾ കൊടുക്കുന്നുള്ള കുഴപ്പം. ഇത് പ്രചാരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വെറുതെ നമ്മൾ ഈ വീട്ടിൽ നിന്നിട്ട് ഈ ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ കുറിച്ച് അടിച്ചു വിട്ടിട്ട് യാതൊരു കാര്യം ഉണ്ടാവും. പക്ഷെ അവിടെ നമുക്ക് ഗുണം കിട്ടുന്നില്ല. താഴെക്കിടയിൽ നമ്മുടെ പ്രവർത്തനം അത് മാത്രമല്ല, അത് പ്രവർത്തനമാണ്. പക്ഷെ നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ
ഓരോരുത്തരുടെയും വീട് നിൽക്കുന്ന സ്ഥലം, അവനവന്റെ ബൂത്ത് അല്ലെങ്കിൽ വാർഡ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് ആദ്യം വരുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണല്ലോ. ഇപ്പോഴത്തെ ഒരു വർഷമില്ല, 8-9 മാസമേ ഉള്ളൂ. അപ്പൊ ഈ 8-9 മാസത്തിനുള്ളിലായിട്ട് നമ്മള് അവിടുത്തെ ഏതാണ്ട് 50% വോട്ടർമാരെങ്കിലും നമുക്ക് സ്വാധീനിക്കണം. അവിടെ ഇലക്ഷൻ മുമ്പ് തന്നെ അവിടെ BJP-യുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നുണ്ട് വരുത്തി തീർക്കാൻ നമുക്ക് സാധിക്കണം. അതിന് സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. അതിനുവേണ്ടി തയ്യാറാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ തെരഞ്ഞെടുത്തിട്ടുള്ള ഒറ്റപ്പാലം ജില്ല സംഘ BJP-യുടെ സംഘടനാ പ്രസിഡന്റ് ശ്രീ വേണുഗോപാൽ അവർക്ക് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹത്തിന് ജഗദീശ്വരൻ അതിനൊരു ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആശംസാ പ്രസംഗം നടത്തുന്നതിന് ശ്രീ PT വേണുഗോപാൽ. ബഹുമാന്യനായ നമ്മുടെ എല്ലാം പ്രത്യാശയായ പ്രസിഡന്റ് ശ്രീ വേണുഗോപാൽ, ഇവിടുത്തെ നിയതരായിട്ടുള്ള എല്ലാ സഹപ്രവർത്തകർക്കും ഞാൻ ആലോചിക്കുന്നത് ഇപ്പം പിന്നാക്കമാണ്. കാരണം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ പരിചിതമായിട്ടുള്ള ആളുകളിൽ വന്ന അടിയന്തരാവസ്ഥയാണെങ്കിലും ശരി, പക്ഷേ എങ്കിലും അതിനുശേഷം പഴയ ജനസംഘ കാലഘട്ടത്തിൽ നിർബന്ധിക്കപ്പെട്ടിട്ടുള്ള 2-3 ആളുകളായിരിക്കും സ്വാഭാവികമായിട്ടും ഇത്തരം ഉത്തരവാദിത്തം ഏറ്റെടുക്കും. അന്നാരും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. അപ്പൊ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഒന്നുകിൽ രാജേട്ടും അല്ലെങ്കിൽ രാമപിള്ള സാറ്, അതല്ലെങ്കിൽ മാരാർ സാറ്, ഇവര് മാരാട്ടി ഇവരാരെങ്കിലും ആയിരിക്കും. അതുപോലെ സെക്രട്ടറി ആവുമ്പോ പലപ്പോഴും പാലക്കാട് ഇപ്പൊ ആ സമയത്തൊക്കെ സംഘടനാ സെക്രട്ടറി സംഘപ്പെടുത്തിയിട്ടുള്ള സംഘടനാ സെക്രട്ടറി ആർവട്ടിനെ സെക്രട്ടറി ആക്കേണ്ട വന്നിട്ടുള്ള സമയങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ കാലഘട്ടത്തിലൊക്കെ നമ്മള് ഇന്ന് വിപുലമായി പ്രധാനം വലുതായി ഒരു വലിയ പടവൃക്ഷമായി പടർന്നു പന്തലിച്ച് ഇന്ന് നമുക്ക് പ്രവർത്തകരെ കിട്ടാത്ത ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറുള്ള പ്രവർത്തകരുടെ ബാഹുല്യമാണ് ഇന്നുള്ളത്. അപ്പൊ ഇത്രയും സാഹചര്യത്തിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞു. ഇന്നിപ്പോ നമുക്ക് ഈ സമയത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് നമ്മളെ വിപുലീകരിക്കാൻ വേണ്ടിയുള്ള ജില്ലകൾ വിഭജിക്കപ്പെടും. അപ്പൊ നമ്മൾ ആ ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ പാലക്കാട് വെസ്റ്റ് ജില്ലയുടെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമ്മൾ ഇവിടെ കൂടിയത്. ഈ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞു. ആ വളർച്ച നമുക്ക് പാർട്ടിക്ക് അനുകൂലമായി മാറ്റാൻ വേണ്ടിയിട്ട് ഓരോ പ്രവർത്തകർക്കും കഴിയും. നമ്മള് മത്സരം വേണം, അതിന്റെ ഇതെല്ലാം വേണം. പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ട് പാർട്ടി വലുതാകാനും പാർട്ടിയുടെ സ്വാധീനം ജനങ്ങളിൽ എത്തിക്കാനും പാർട്ടിയുടെ സ്വാധീനം നമ്മൾ എന്താണോ പാർട്ടി വിഭാവനം ചെയ്യുന്ന സംഘടനാ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം എന്താണോ അവിടേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം. അതിനനുസരിച്ചുള്ള പ്രവർത്തനം കൊണ്ടുപോകാൻ ഓരോ പ്രവർത്തകരും നിയുക്ത പ്രസിഡന്റിന് സർവാത്മന സഹകരണം നൽകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഞാൻ വളരെയധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ നിയുക്ത പ്രസിഡന്റിന് മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയട്ടെ, അതിന് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി നമ്മുടെ പാലക്കാട് വെസ്റ്റ് സംഘടനാ ജില്ലയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ P. വേണുഗോപാലിന്റെ മറുപടി ഭാഷണമാണ്. അതിനുശേഷം അദ്ദേഹത്തെ ഹാരാർപ്പണം ചെയ്ത് സ്വീകരിക്കാവുന്നതാണ്.
മറുപടി പ്രസംഗത്തിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷനും സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ പാലക്കാട് ജില്ലാ ഭരണാധികാരിയും പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയുമായുള്ള ഡോക്ടർ മംഗളാദേവി അവരുടെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത എല്ലാവർക്കും സുപരിചിതനായ അറിവിന്റെ നിറകുടമായ PSC ചെയർമാനായിരുന്നു മംഗളാദേവി മേഡം, PSC മെമ്പറായിരുന്നു, PSC ചെയർമാനായിരുന്നു, യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്ന രാധാകൃഷ്ണൻ സർ, നമുക്ക് എല്ലാവർക്കും മാതൃകയായിട്ട് പാലക്കാട് ജില്ലയിൽ ഒരു കറ പോലും പുരളാത്ത വി രാമൻകുട്ടിയേട്ടൻ, നമ്മളെല്ലാവർക്കും പ്രിയപ്പെട്ട, വയസ്സുകൊണ്ട് എന്റെ താഴെയാണെങ്കിലും കാണുന്ന നാൾ മുതൽ കരിയേട്ടൻ എന്നാണ് വിളിച്ചത്. നമ്മുടെ പ്രിയപ്പെട്ട കരിയേട്ടൻ, മറ്റ് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല, സഹപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മുന്നിൽ എന്താണ് ഒരു വലിയ വെല്ലുവിളി എന്നുള്ള കാര്യം രാധാകൃഷ്ണൻ സാറും അതേപോലെ തന്നെ രാമൻകുട്ടിയേട്ടൻ പറഞ്ഞു. പാലക്കാട് ഈസ്റ്റ് ജില്ലയില് 2 മുനിസിപ്പാലിറ്റിയേ ഉള്ളൂ. ഒന്നിന് ഭരണമുണ്ട്, അടുത്ത നമ്മൾ ഭരണം പിടിക്കുകയാണ് ഒരു ലക്ഷ്യം. പക്ഷെ പാലക്കാട് വെസ്റ്റ് ജില്ലയിൽ 4 മുനിസിപ്പാലിറ്റിയാണുള്ളൂ. അവിടെയും ഭരണം പിടിക്കുക തന്നെയാണ് ലക്ഷ്യം. ഭരണം പിടിക്കുകയാണ് ലക്ഷ്യം. പഞ്ചായത്തിലെ ഭരണം പിടിക്കുക തന്നെയാണ് ലക്ഷ്യം. ആ ഭരണം പിടിക്കാൻ പാലക്കാട് വെസ്റ്റ് ജില്ലയിലെ പ്രവർത്തകർ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ ഈ ജില്ല പാലക്കാട് ബെസ്റ്റ് ജില്ലയായി മാറും. വെസ്റ്റിൽ നിന്ന് ബെസ്റ്റാക്കി മാറ്റാൻ നമുക്ക് കഴിയും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. എനിക്ക് ആത്മവിശ്വാസമുണ്ട്. എന്റെ സഹപ്രവർത്തകരെ എന്നോടൊപ്പം നിൽക്കും. അത് വേണുഗോപാലിനോടൊപ്പമല്ല, BJPയുടെ ജില്ലാ പ്രസിഡന്റിനോടൊപ്പം നിൽക്കും. കാരണം പാർട്ടിയൊന്നും ഓരോ ആളുകളെ ആ സ്ഥാനത്തേക്ക് നിശ്ചയിക്കുമ്പോ ആ വ്യക്തിക്ക് ഒരു പ്രാധാന്യമൊന്നുമില്ല, മറിച്ച് ആ പദവിക്കാണ് പ്രാധാന്യം. ആ പദവിയിലെത്തുന്ന സമയത്ത് ഈ പാർട്ടിയുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളുകള്, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ചിട്ടുള്ള ആളുകള്, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ബലിദാനികളായുള്ള ആളുകള്, ഇവരൊക്കെ നമുക്ക് മറന്നു പോകാൻ കഴിയും. പാർട്ടിയെ നന്നാക്കാനെന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിലും സമൂഹ മാധ്യമങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആളുകളല്ല BJPയുടെ പ്രവർത്തകന്മാര്. ഒന്നും ആഗ്രഹിക്കാതെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. എത്ര കാലമായി നമ്മൾ പ്രവർത്തിക്കുന്നു? ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഒരു പക്ഷേ പല ആളുകളും ഞാൻ ജനിക്കുന്നതിന് മുന്നേ സംഘപ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉള്ള ആളുകൾ. ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന 1984. ഈ പ്രസ്ഥാനത്തിലേക്ക് ഞാൻ കടന്നു വരുന്ന സമയത്ത് ഒരേ സമയത്ത് ആധ്യാത്മികമായ പ്രസ്ഥാനമായുള്ള അമൃതാനന്ദമയിലെ പ്രസ്ഥാനത്തിലേക്കും എന്നിട്ട് അമ്മയെ കണ്ടുകൊണ്ട് ഒരു ഭാഗത്ത് അമ്മയെ ആരാധിക്കുമ്പോൾ മറുഭാഗത്ത് ഈ മാതൃഭൂമിയെ അമ്മയായി കാണുന്ന ഈ പ്രസ്ഥാനത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന, ഞാൻ പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പ്രീഡിഗ്രി ചേർന്നപ്പോൾ കഥയൊന്നും വിസ്തരിച്ച് പറയുന്നില്ല, കാരണം നമുക്കിത് അവസാനിപ്പിച്ചു പോകണം, ഡോക്ടർ സർക്കും ഇവർക്കൊക്കെ പോകണം. അന്ന് മുതൽ ഇന്ന് വരെ പാർട്ടിയുടെ അനുബന്ധ സംഘത്തിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു ചുമതലയുടെ പേരിലോ മറ്റൊന്നിന്റെ പേരിലോ മാറി നിൽക്കാൻ ദൈവാധീനം കൊണ്ട് എനിക്ക് വേണ്ടി വന്നിട്ടില്ല. എന്ത് ചുമതലയാണ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ചുമതലയെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഞാൻ APയുടെ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ആയിട്ടും അതോടൊപ്പം തന്നെ
ഒരു ശാഖയുടെ ഘടനായകനായി, ശിക്ഷകരായി, മുഖ്യ ശിക്ഷകരായി, മണ്ഡലകാര്യവാഹനായി, അന്നത്തെ ഖണ്ഡകാര്യവാഹനായി, അതിനുശേഷം RSSന്റെ താലൂക്കിന്റെ വിസ്താരകനായി, അതിനുശേഷം പ്രചാരകനായി പ്രവർത്തിച്ചത്. അങ്ങനെ ശാഖയിൽ പല വേദികളും പറഞ്ഞു നമ്മുടെ പ്രവർത്തകർ കേട്ട് തടപ്പിച്ചതായിരിക്കും. എങ്കിലും പറയാം, ഫസ്റ്റ് തോന്നുന്ന ശാഖയിൽ പോയപ്പോ എന്റെ ശാഖയുടെ മുഖ്യ ശിക്ഷകരുണ്ടായിരുന്നു സോമസുന്ദരൻ മാഷ്. മാഷോട് ഞാൻ ചോദിച്ചു, വലിയ അറിവുള്ള ആളുകൾ ചോദിക്കുന്ന പോലെ ചോദിച്ചു, എന്തായി ശാഖയിൽ വന്നാൽ കിട്ടുക, എന്തായി പ്രസ്ഥാനത്തിൽ വന്നാൽ എനിക്ക് കിട്ടുക? അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ലാതെ പറഞ്ഞു, ഒന്നും കിട്ടില്ല, മറിച്ച് നീ പ്രവർത്തിക്കുന്നത് ഈ സമാജത്തിന് വേണ്ടിയിട്ടാണ്. ആ വാക്ക് ഇന്നും എന്റെ മനസ്സിൽ, ആ വാക്ക് എന്ന് എന്റെ മനസ്സിൽ നിന്ന് പോകുന്നുവോ അന്ന് വേണുഗോപാൽ മരിച്ചിരിക്കും എന്നുള്ള സംശയമില്ല. അതിനുശേഷം താലൂക്കിന്റെ ശാരീരിക പ്രമുഖായി, പിന്നീട് ഞാൻ നേരത്തെ രാമകുട്ടിയുടെ പറഞ്ഞ ചെറിയൊരു തീർത്ഥം മണ്ണൂരല്ല, കാഞ്ഞശ്ശേരി ബിജാമസില് ചുമട്ട് തൊഴിലാളി. ആ ചുമട്ട് തൊഴിലാളി ആയിരിക്കുമ്പോൾ ഇന്ന് ഈ പ്രസ്ഥാനത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന് BJP എന്നുള്ള പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നു. അന്ന് ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ അദ്ദേഹം വരാൻ പറ്റുമെങ്കിൽ വരാന്ന് പറഞ്ഞ് രാവിലെ പോയി കണ്ടിരുന്നു. കുട്ടേക്കൽ എന്ന് പറയുന്ന ഗോപാലകൃഷ്ണൻ, അദ്ദേഹം യോഗേക്കരോട് പറഞ്ഞു, അവിടെ ചുമതലപ്പെട്ട ആളോട് പറഞ്ഞു, വേണമെങ്കിൽ പറഞ്ഞയക്കണം, പരിപാടികൾ പറഞ്ഞയക്കണം, അനൗൺസ് ചെയ്യാൻ പറഞ്ഞയക്കണം. അവർ സമ്മതിച്ചു. ഞാൻ പോകുന്നു. അതിനുശേഷം അന്ന് ഇന്നത്തെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന KP ഹരിദാസ്, അദ്ദേഹം ജില്ലാ പ്രചാരകൻ. അദ്ദേഹം പറഞ്ഞ BJPയുടെ യുവമോർച്ച കൺവെൻഷന്റെ പോകണം, ചുമതല ഉണ്ടാവും. എന്ത് ചുമതലയാണ് ചെയ്തതോ എനിക്കറിയില്ല, എന്ത് ചുമതല, ആരോടും എനിക്കൊന്നും ചുമതല എന്ന് പറഞ്ഞിട്ടില്ല. അന്ന് യുവമോർച്ചയാണ് ഞാൻ കാണുന്നത്, നമ്മുടെ നാട്ടിൽ കാണുന്നത് ശങ്കരൻകുട്ടിയാണ്. യുവമോർച്ച കൺവെൻഷനിൽ പോയി ഞാൻ ശങ്കരൻകുട്ടിയുണ്ട്. ശങ്കരൻകുട്ടി എന്നെക്കാളും മുന്നേ യുവമോർച്ചയുണ്ട്, BJP-യുണ്ട്. ഞാൻ സംഘത്തിന്റെ ചുമതലയാണ്. എന്നെ അവിടെ പ്രസിഡന്റ് ആക്കിയിരിക്കുക. എനിക്ക് യുവമോർച്ച പ്രവർത്തനത്തെ പോലും അറിയില്ല. അവിടെ നമ്മൾക്കുള്ള പ്രവർത്തനത്തിൽ വിടും. അന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ക്യാമ്പിൽ വർഷം ക്യാമ്പുകൾ ഉണ്ടാകുമ്പോൾ BP മുഹമ്മദ് ആ ക്യാമ്പിൽ ആരൊക്കെയുള്ള ഒരു സമയ പ്രവർത്തകരാണ്. പാലക്കാട് വെച്ചുള്ള ക്യാമ്പിൽ അവിടെ നിന്ന് ഞാൻ മുഴുവൻ സമയ പ്രവർത്തകനായി പാലക്കാട് തന്നെ പ്രവർത്തിച്ച് അവിടെ ഞാൻ തൃശ്ശൂരിൽ പോയി. തൃശ്ശൂരും എറണാകുളം യാത്ര ചെയ്തു. പിന്നീട് കേരളം മുഴുവൻ യാത്ര ചെയ്തു. ആ കേരളം മുഴുവൻ യാത്ര ചെയ്യുമ്പോ എനിക്കൊരു പേരിട്ട് തന്നു, യുവമോർച്ചയുടെ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി. ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ മണ്ഡലങ്ങളിലും എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് പോകാൻ പറ്റിയത് അവിടുത്തെ പ്രവർത്തകരുടെ വിഷമങ്ങളും സന്തോഷങ്ങളും അറിയാൻ പറ്റിയിട്ടുണ്ട്. യുവമോർച്ചയുടെ കാലത്ത് ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ എന്ന് സംസ്ഥാന പ്രസിഡന്റ്, ഞാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിന്റെ തറവാടിന്റെ മുന്നിലുള്ള കൃഷിസ്ഥലത്ത് വെച്ച് വൈകുന്നേരങ്ങളിൽ ഞാനും തിരുവനന്തപുരത്ത് ജില്ലാ പ്രസിഡന്റായിരുന്ന VV രാജേഷും അദ്ദേഹം യുവമോർച്ച ചുമതലയാണ്. തൃശ്ശൂര് ഉണ്ടായിരുന്ന നാഗേഷും ഒക്കെ മണിക്കൂറുകളോളം നമ്മുടെ സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിലെ പല കാര്യങ്ങളും ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അന്ന് ചർച്ച ചെയ്ത് വിട്ട നടപ്പിലാക്കാൻ ആ കഥയിലേക്ക്. അതിനുശേഷം എന്നോട് പറഞ്ഞു, മുഴുവൻ സമയ പ്രവർത്തനം അവസാനിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ആവണം. കൃഷ്ണകുമാർ പറഞ്ഞു, വേണമെങ്കിൽ ജനറൽ സെക്രട്ടറി ആണെങ്കിൽ ഞാൻ പ്രസിഡന്റ് ആവും. തയ്യാറായി. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ ജനറൽ സെക്രട്ടറി ആയിട്ട് 2 തവണ, ഒരു തവണ മേഖലാ ജനറൽ സെക്രട്ടറി ആയി, ഒരു തവണ വീണ്ടും ജനറൽ സെക്രട്ടറി ആയി, വീണ്ടും ജനറൽ സെക്രട്ടറി ആയി. എന്നെക്കാട്ടും പ്രായം കുറഞ്ഞവർ തന്നെയായിരുന്നു എന്റെ അധ്യക്ഷന്മാർ. എനിക്ക് അവരോട് ഒരു പ്രശ്നം തോന്നി. അവരുടെ പ്രവർത്തനത്തെ ഞാനിതാ കേരളം മുഴുവൻ യാത്ര ചെയ്തതല്ലേ, ഞാനല്ല ഗംഭീരൻ. എനിക്ക് തോന്നിയിട്ടില്ല. അവരുടെ താഴെ പ്രസിഡന്റ് എന്നുള്ള പദവിക്ക് താഴെ തന്നെയാണ് ഇതുവരെ ഞാൻ പ്രവർത്തിച്ചത്. എനിക്കറിയാം ബൂത്തിന്റെ രാമകുട്ടിയുടെ പറഞ്ഞു ബൂത്തിന്റെ പ്രാധാന്യം. ആ ബൂത്തിന്റെ പ്രാധാന്യം എനിക്കറിയാം. സംശയമുള്ള ആളുകൾക്ക് ചോദിക്കാൻ എന്റെ ബൂത്ത് ഇപ്പോൾ പക്ഷേ 4-5 മാസമായി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പോട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും എല്ലാ മാസവും യോഗം ചേരുന്ന ബൂത്താണ് അമ്പലപ്പാറ പഞ്ചായത്തിലെ 87 നമ്പർ ബൂത്ത്. സംശയമുള്ളവർക്ക് എഴുതി വയ്ക്കാം. ഇന്ന് അവിടെ മുസ്ലിങ്ങൾക്ക് സ്വാധീനമുള്ള ബൂത്ത് ജയിക്കാൻ കഴിയില്ല. എങ്കിലും ഒരു 250 കൂടുതൽ വോട്ടുണ്ട് എന്നുള്ളതും ഞാൻ സന്തോഷപൂർവ്വം പറയാം. ഇതെന്തിനാണെന്ന് പറയുന്നത്
മനസ്സിലാക്കണം. സംശയമുള്ള ആളുകൾ ധാരാളം. വേണുഗോപാൽ ഇന്നോ നിലയോ വന്നതല്ല. ഇതേ സമയത്ത് ഇവിടെ പ്രഖ്യാപിച്ച പ്രമേയം വേണം നാളെ സംസ്ഥാന അധ്യക്ഷൻ പറയാ വേണുഗോപാലിന്റെ ചുമതല നിന്ന് മാറണമെന്ന് പറഞ്ഞാൽ ഒരു എതിർപ്പുമില്ലാതെ ഒരു സോഷ്യൽ മീഡിയയിലും എതിരായ ശബ്ദം ഉണ്ടാക്കാതെ അതിനുള്ള പ്രാണി അത് വേണുഗോപാലുണ്ട്. അത് ഈ പാർട്ടിയിൽ നിന്ന് കിട്ടിയതാ, സംഘത്തിൽ നിന്ന് കിട്ടിയതാ. അത് ആദ്യം ഞാൻ എന്റെ മുഖ്യശത്രുവായ സോമസുന്ദരൻ മാഷ് പറഞ്ഞിട്ടുള്ളതാണ്. എന്ത് ഈ സമാജത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ധാരാളം ഞാൻ ആ കഥകൾ പറയാതിരിക്കുന്നതാണ്. ധാരാളം ആളുകളുടെ ബുദ്ധിമുട്ട്. നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ നമ്മുടെ ആളുകളുടെ ബുദ്ധിമുട്ട് നമുക്ക് അറിയാൻ പറ്റും. ഞാൻ കണ്ടിട്ടുള്ളത് യോഗങ്ങളിൽ വെച്ചിട്ടല്ല എന്റെ പ്രവർത്തനം കണ്ടിട്ടുള്ളത്. പ്രവർത്തകർ വീടുകളിൽ പോയിട്ടാണ്. രാധാകൃഷ്ണൻ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഓരോരോ ആളുകളെ പറയുന്നില്ല. ഇവിടെ ഓരോരോ ആളുകൾക്കറിയാം. ഞാൻ മുഴുവൻ സമയം പ്രവർത്തനമാകുമ്പോ തൃശ്ശൂർ ജില്ലാ സെൻട്രലായി പ്രവർത്തിക്കുമ്പോ എന്നോടൊപ്പം പോലീസിന്റെ അടിവാങ്ങി സമരംഗത്തുള്ള ബേബി വെള്ളപ്പാറ ഇന്ന് ഈ പരിപാടിയിൽ വന്നിട്ടുണ്ട്. നിരവധി ആളുകൾ, രാജേഷ് അടക്കമുള്ള ആളുകൾക്ക് എല്ലാ സ്ഥലത്തും ഇന്ന് തന്നെ ജില്ലാ അധ്യക്ഷന്മാരുടെ പ്രഖ്യാപനമായതുകൊണ്ട് വരാൻ കഴിയില്ല. ബേബി വെള്ളപ്പാറ അടുത്തായതുകൊണ്ട്, തൊട്ട് ജില്ലയായതുകൊണ്ട് വന്നതാണ്. ഞാൻ പറയുന്നത് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു കാര്യം ഉള്ളതാണ്, ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞില്ലേ, പ്രവർത്തകനും മെമ്പറും. മെമ്പർഷിപ്പ് എല്ലാവർക്കും, പ്രവർത്തകന്മാരും നമുക്ക് ആവശ്യം. പ്രവർത്തിക്കാതെ ഞാൻ സമ്മതിക്കില്ല. അതിന് പിറകിൽ കാര്യമില്ല, അതിന് തെരുവുകളിൽ കാര്യമില്ല. പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവർ പ്രവർത്തിക്കുന്നതിനനുസരിച്ചുള്ള അംഗീകാരം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ മറ്റുള്ള ഞാൻ ബിജെപിയിൽ വന്നപ്പോ ബിജെപിയിൽ പാലക്കാട് ജില്ലയിൽ കൃഷ്ണകുമാർ മുതൽ ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാ മോർച്ചകൾക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം, എല്ലാ ഘടകത്തിനും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം. പക്ഷെ പ്രവർത്തിച്ചിരിക്കും. ആ പ്രവർത്തിക്കാൻ നിങ്ങളൊപ്പം ഞാനുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, നേരേറ്റം പറഞ്ഞതുപോലെ നമ്മൾ മുണ്ട് മുറുക്കി കൊടുത്തിട്ടാണ് പ്രവർത്തിക്കാൻ ഇറങ്ങുന്നത്. നമ്മുടെ മുന്നിൽ ഇപ്പൊ ഒറ്റ പൂജ സംഘടനയുണ്ട്. സംഘടന ഒറ്റ പൂജയല്ല, പക്ഷെ അതിനുള്ള സംരംഭങ്ങൾ. ഓഫീസില്ല, യാത്ര ചെയ്യാൻ വണ്ടിയില്ല. നിങ്ങൾക്ക് വണ്ടിയില്ലേ? നിങ്ങൾക്ക് വീടില്ലേ? നമ്മൾക്ക് വീടില്ലേ? നമ്മുടെ വീട്ടിൽ നമുക്ക് യോഗം ചെയ്യാൻ അടുത്ത ഓഫീസ് വരുന്നതല്ലേ? നമ്മൾക്ക് പരസ്പരം ബസ്സിൽ യാത്ര ചെയ്തും ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തും നിങ്ങളുടെ ബൈക്കിൽ യാത്ര ചെയ്തും ഇല്ല. പ്രസിഡന്റ് വണ്ടി വേണം എന്നുള്ള ഒരു പുതിയ നിയമം. അതിന് നിർബന്ധമൊന്നുമില്ല. സമയത്തെത്താൻ ആ വണ്ടി, ഒരു സമയത്തെത്താൻ ആ വണ്ടി അല്ലാതെ വേറെ ബൈക്കിൽ പോകണമെങ്കിൽ ഞാൻ സംഘത്തിന്റെ ഭൗതികത്തിൽ കേട്ടിട്ടുണ്ട്. ഒരു പരിപാടിയിൽ പോകാൻ വേണ്ടി നമ്മുടെ ഗുരുജി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാലം കിടക്കണം. ആ പാലം കിടക്കാൻ പാലത്തിന്റെ താഴെ അതിശക്തമായ കുത്തൊഴുക്കോടുകൂടി നല്ല വെള്ളച്ചാട്ടം, വെള്ളം ഒഴുക്കി നിർന്നുകൊണ്ടിരിക്കുക. വാഹനങ്ങൾ പോകില്ല, ബൈക്ക് യാത്ര ചെയ്യില്ല. ഒരു പാലമുണ്ട്, ഏത് സമയത്തും തകരാം. പക്ഷെ ഗുരുജി ഞങ്ങളില്ലെങ്കിൽ പോലും ആ ഗുരുജി ആ പാലത്തിലൂടെ യാതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ ലക്ഷ്യത്തിലേക്ക് നടന്നുപോയ ഒരു കഥ സംഘത്തിന്റെ പൊത്തികളിലൂടെ കേട്ടിട്ടുണ്ട്. അതായത് ലക്ഷ്യം പ്രധാനമാണ്. ആ ലക്ഷ്യപ്രാധാന്യത്തിന് വേണ്ടി, ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയുള്ള യാത്രയിൽ ഏത് കഠിനമായ മാർഗത്തിലൂടെയും പോകാൻ ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ നോക്കും, നേരത്തെ രാമൻകുട്ടിയേട്ടൻ പറഞ്ഞത് എത്രയോ കാലമായി രാമൻകുട്ടിയേട്ടൻ പറയുന്നു. അന്ന് പലരും രാമൻകുട്ടിയേട്ടൻ കളിയാക്കി ബൂത്ത് ബൂത്തെന്ന് പറയും. ബൂത്ത് തന്നെയാണ് ഒരു സ്ഥാനം, ബൂത്ത് തന്നെയാണ് ഒരു സ്ഥാനം. ആ ബൂത്തിലെ ബൂത്ത് പ്രസിഡന്റുമാരായവൻ, ഞാനിപ്പോ ഞാൻ പറഞ്ഞത് ജില്ലാ പ്രസിഡന്റായി. എന്റെ ബൂത്തിൽ കമ്മിറ്റി പോലും ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒരു കമ്മിറ്റി പറയാൻ പറ്റും. ഞാൻ 87 നമ്പർ ബൂത്താന്ന് പറയാൻ കാരണം എന്താ? ആ ബൂത്തിൽ കമ്മിറ്റി ഉണ്ടായിരുന്നുണ്ട്. ആ ബൂത്തിൽ എന്തെങ്കിലും വർക്ക് നടക്കുന്നുണ്ട്. എല്ലാ കാര്യവും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. അതുപോലെ ഓരോ കാര്യകർത്താക്കളും നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ 2 or 3 ബൂത്തുകൾ ഉണ്ടാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ പക്ഷെ പറഞ്ഞ ക്യാമ്പല്ലാക്കിയപ്പോൾ ഞാൻ പറയാം, ഒരു മണ്ഡലം ഭാരവാഹി ആവുന്ന ആള് അവരെ ഏൽപ്പിക്കുന്ന സ്ഥലത്ത് 15 തവണയെങ്കിലും യാത്ര ചെയ്തില്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് അവര് സ്വയം മാറും. ഒരു ജില്ലാ ഭാരവാഹി അവരെ ഏൽപ്പിക്കുന്ന സ്ഥലത്ത് 15 തവണയെങ്കിലും സംഘടന യാത്ര, അത് കമ്മിറ്റിയാക, സമ്പർക്കമാക, സമരമാക, അത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അവരെ ചുമതലയിലിരിക്കേണ്ടതാണ്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംവിധാനമുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും സംവിധാനമുണ്ട്. പിന്നെ വേറൊന്ന്, നമുക്ക് എല്ലാ ആളുകളെയും കൂട്ടിപ്പിടിച്ച് പ്രവർത്തിക്കണം. പക്ഷെ ദയവ് ചെയ്ത് എന്റെ
ഗുരുസ്ഥാനിയിലായ നേതാക്കന്മാരോട് പറയുന്നത് സംഘടനയെ ഒറ്റുകൊടുക്കുന്നവരോട് കൂട്ടുപിടിക്കാൻ പറയും. സംഘടനയെ അറിഞ്ഞുകൊണ്ട് അറിയാതെ തെറ്റിദ്ധരിത്താം. അറിഞ്ഞുകൊണ്ട് പൊതുജനങ്ങളുടെ മുഖത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ ഈ സംഘടനയെ ഒന്നുമില്ലാതാക്കുമ്പോ ഞാൻ ഉറപ്പു തരുന്നു, എന്റെ ഭാഗത്ത് നിന്ന് ഈ സംഘടനയെ നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും ഉണ്ടാകില്ല. അത് പൊതുമാധ്യമങ്ങളുടെ ഭാഗത്തായാലും അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലൂടെയും ഈ സംഘടനയ്ക്കെതിരായ ഒരു വാക്ക് നമ്മുടെ പ്രവർത്തകരെന്നോട് പറയാൻ നമ്മൾ സമ്മതിക്കില്ല. അതുറപ്പു. ഈ സംഘടന മറ്റു പ്രസ്ഥാനത്തിന് വേണ്ടി വിൽക്കാൻ ആരെങ്കിലും വിറ്റുവെന്ന അർത്ഥത്തിലല്ല തെറ്റായി വ്യാഖ്യാനിക്കുന്നത്. അത് സമ്മതിക്കില്ല. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രസ്ഥാനത്ത് നമുക്ക് വളർത്തും. പാലക്കാട് ബെസ്റ്റ് ജില്ലയാണ്. ഇവിടെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അത് സംഘടനയ്ക്കുള്ളിലല്ല, സമൂഹത്തിനുള്ളിൽ. നമ്മുടെ BJP പ്രവർത്തകന്മാര് അത് സമൂഹത്തിന്റെ പ്രവർത്തകരാണ്. 3 മാർഗങ്ങൾ നമ്മളിലൂടെ അവസാനിപ്പിക്കാം. ആ 3 മാർഗങ്ങളിൽ ഒന്ന് സംഘടനാ പ്രവർത്തനം. ആ സംഘടനാ പ്രവർത്തനം എല്ലാവരും ചെയ്തേ മതിയാകും. രണ്ടാമത്തെ സമരം, അത് ചിലപ്പോ അടികൊണ്ട് സമരവും അടികൊള്ളാത്ത സമരവും ഉണ്ട്. എല്ലാവർക്കും ചിലപ്പോൾ അടികൊള്ളുന്ന സമരവും പറ്റിയെന്ന് വരില്ല. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ അടികൊണ്ട് ഓഫീസിന്റെ അടികൊണ്ട് ജയിലിൽ കിടന്നൊക്കെ ഞങ്ങൾ പറഞ്ഞതാ. ജയലളിതയെ തടയവൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത ജയലളിതയെ ഗുരുവായൂർ കരിങ്കൊടി കാണിക്കണമെന്ന് അന്ന് സംസ്ഥാനത്തിന്റെ യുവമോർച്ച ജനറൽ സെക്രട്ടറിയായ സുരേന്ദ്രൻ പറഞ്ഞപ്പോ യാതൊരു മടിയും കൂടാതെ പോലീസ് വെടിവെക്കും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ തടഞ്ഞിരിക്കും എന്ന് പറഞ്ഞ് കരിങ്കൊടി നേരെ മുന്നിൽ പോയി കാണിക്കാൻ ചങ്കൂറ്റ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതേ ചങ്കൂറ്റ നമ്മുടെ ഓരോ പ്രവർത്തകന്മാർക്കുണ്ട്. യാതൊരു സംശയമില്ല. നമുക്ക് ചെയ്യേണ്ടത് PSC ചെയർമാൻ അങ്ങ് എല്ലാവരും അഭിനയിക്കുന്നു. എന്റെ PSC ചെയർമാനെ കരവോ ചേർന്നു. സുരേന്ദ്രൻ യുവമോർച്ച പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ ചെയർമാൻ കരവോ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടാളെ കൂടി ചെയ്യാം. അത് അപ്പൊ അതിന് മുമ്പേ അപ്പോ കലാവ് ചെയ്യണം. ഞാൻ പറഞ്ഞു രണ്ടാൾ വേണ്ട, ഒരാൾ കൊടുത്തു. അപ്പൊ എനിക്ക് അത്ര പറ്റില്ല, നിങ്ങൾ പറഞ്ഞു. ഞാനും അവിടെയുള്ള അന്നത്തെ VV രാജേഷ് അടക്കമുള്ള ആളുകള് അന്ന് ഞാൻ PSC ഓഫീസ് എവിടെ അറിയില്ല, അല്ലെങ്കിൽ വഴി അറിയില്ല. എങ്ങനെയാണ് പോയി മുന്നോട്ട് നോക്കിയപ്പോൾ പാലാവുകാർ അപ്പുറത്തെ വഴിയിലൂടെ പോയി കയറി അങ്ങനെ ഉള്ളിലേക്ക് ചെന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. 2 ഭാഗത്തും എന്താ പറയാ കൊട്ടാര സമാനമായ റൂമുകൾ. അവിടെ മെമ്പർ ഓടി ചെന്ന് ചെയർമാന്റെ റൂമിൽ കയറി മുദ്രാവാക്യം വിളിച്ചു. ചെയർമാൻ അനക്കമില്ല. സംശയിക്കാൻ തോന്നിയത് അനക്കില്ലാതെ തലാണ്ടുന്നുണ്ട്. അവസാനം മുത്തും തള്ളൊക്കെ പത്രക്കാർ വന്നു, പാർട്ടി കൊള്ളുന്നു, ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. 15 ദിവസത്തേക്ക് അതേ വിഷയത്തിൽ സെക്രട്ടേറിയറ്റില് സുരേന്ദ്രൻ സമർപ്പിച്ചപ്പോൾ സുരേന്ദ്രനെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാർക്കിസ്റ്റുകാർ വലിച്ചെറിഞ്ഞ കല്ല് അതിന്റെ തലയിലും കാലിലൊക്കെ തട്ടി. അന്നും ഇതേപോലെ അറസ്റ്റ് ഒരിക്കലും ജയിലിൽ നിരവധി കാര്യം. ഞാൻ എന്റെ മഹത്വം പറയല്ല, സമരം ചെയ്ത കാര്യം പറയാം. സമരം ചെയ്യണം. കേരളത്തിലെ പാലക്കാട് കൃഷ്ണകുമാറും അതേപോലെ തന്നെ അതിനുശേഷമുള്ള ആളുകളും സമര രംഗത്തിലൂടെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. സമരം വേണം. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ സ്വരം പിന്നെ നമുക്ക് ആലോചിക്കാം. മൂന്നാമത് സേവന പ്രവർത്തനം. നിരവധി ആളുകൾ ഇത് BJP കേന്ദ്രത്തിലുണ്ട്. ഞാൻ വിചാരിച്ച ജില്ലാ പ്രസിഡന്റ് വിചാരിച്ച് ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ല. സംസ്ഥാനത്തിന്റെ ആളുകൾ വിചാരിച്ചപ്പോഴും ചെയ്യാൻ കഴിയില്ല. മോഡി എല്ലാ മന്ത്രിമാരോടും പറഞ്ഞിരിക്കുന്നത് റെക്കമെൻഡേഷൻ കൊണ്ട് വരണ്ടാണെന്നാണ്. എനിക്ക് പോലും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരുപക്ഷെ ഒരു ഹോസ്പിറ്റലിൽ വിളിച്ച് ഒന്ന് അഡ്മിഷൻ വാങ്ങി കൊടുക്കാനാവാം, അല്ലെങ്കിൽ ആരോഗ്യം പറഞ്ഞ് ഒരാൾക്ക് മരുന്ന് വാങ്ങി കൊടുക്കാനാവാം. ചെറിയത് നമ്മുടെ ബൂത്തിൽ. അല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ഇതെല്ലാം പദ്ധതികൾ വന്നിട്ടും ഒരു വീടില്ലാതെ നരകിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്ക് എന്തെങ്കിലും പദ്ധതി സൗകര്യം ചെയ്തു കൊടുക്കാനാകാം. അത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ ഈ 3 പ്രവർത്തനങ്ങളും ചെയ്യണം. ആ 3 പ്രവർത്തനങ്ങളിലൂടെ ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട് വെസ്റ്റ് ജില്ല നല്ല മാതൃകാപരമായ ജില്ലയാക്കി മാറ്റാൻ കഴിയണം. അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാ കാര്യത്തിലും ഞാൻ ഉത്തരവാദിത്തം നിർബന്ധമില്ല. ഇരിക്കുമ്പോൾ ഞാൻ പ്രവർത്തിക്കും. എനിക്ക് പ്രവർത്തിക്കാൻ മാറാം. ജില്ലാ പ്രസിഡന്റ് എനിക്ക് വയ്യ, എന്നൊരു കമ്മിറ്റി മെമ്പറാക്കിയാൽ മതി, ഒരു 2 ബൂത്ത് എത്തിച്ചാൽ മതി. ഞാൻ പറയും. അതല്ലാതെ പ്രസിഡന്റ് ആവുമെന്ന് പ്രവർത്തിക്കാൻ വയ്യെങ്കിൽ ഞാൻ ആ സ്ഥാനത്തിരിക്കില്ല. അത് തന്നെ എനിക്ക് മറ്റുള്ളവരോട് പറയണം. ഈ നിലയുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്തുണ്ടാവും. അതുകൊണ്ട് ഒറ്റക്കെട്ടായി കളിച്ച് ചിരിച്ച് അതേ സമയത്ത് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി
എല്ലാ മോർച്ചകളും പോഷക സംഘടനകളും അതിശക്തമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹം നിങ്ങളുടെ മുന്നിൽ പറയുമ്പോ നിങ്ങൾ അത് തയ്യാറാണെങ്കിൽ ഭാരത് മാതാക്ക് ജയ് വിളിക്കണം. നിങ്ങൾ തയ്യാറാണെങ്കിൽ ഭാരത് മാതാക്ക് ജയ് വിളിക്കണം. എന്താണ് അത് കാര്യം? ആ കാര്യം ഈ കേരള സംസ്ഥാനത്തിൽ നമ്പർ 1 ജില്ലയായി പാർട്ടി ജില്ലയായി പാലക്കാട് വെസ്റ്റിനെ മാറ്റിയിരിക്കണം. തയ്യാറാണെങ്കിൽ ഒന്നിച്ച് ശബ്ദം ഒരാളെ വിളിച്ചു കൊടുക്കുക. ആരാ വിളിച്ചു കൊടുക്കുക? വിളിക്കാത്തവരുണ്ട്. അത് ശബ്ദത്തിന് എന്റെ ശബ്ദത്തിനേക്കാളും ശബ്ദം കുഴപ്പമുള്ള ആളുകളായിരിക്കും. എന്തായാലും നമുക്ക് അതിശക്തമായ പ്രവർത്തനത്തിന് മുന്നോട്ട് പോകാം. തൽക്കാലം നമുക്ക് മറ്റുള്ള ആളുകളുടെ സംസ്ഥാന അധ്യക്ഷനായുള്ള വി മുരളീധരൻ വരെ പറഞ്ഞു കേൾക്കാതെ പാർട്ടിയെ ചതിച്ചു പോയവരൊക്കെ ഇന്നലെ ചാനൽ ചർച്ചയിൽ BJPയുടെ അനുഭാവികൾ പറയുന്ന അവരുള്ള മറുപടി നമ്മുടെ പ്രവർത്തനത്തിലൂടെയാണ്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു പ്രശ്നമാണ്. ഇതിനെ അവസാനിപ്പിക്കാം. ഒരു കാര്യം വിശ്വസിക്കാം, ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടാരത്തിൽ പോയിട്ടില്ല, ഞാൻ കോൺഗ്രസിന്റെ കൂടാരത്തിൽ പോയിട്ടില്ല, ഞാൻ SDPയുടെ കൂടാരത്തിൽ പോയിട്ടില്ല, ഇതിലൊന്നും പോകുകയുമില്ല. ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും ഞാൻ അതിന് പോകില്ല. അതിനർത്ഥം ഞാൻ മുസ്ലിമിനെ വെറുക്കുന്നതല്ല, ഞാൻ ക്രിസ്ത്യാനിയെ വെറുക്കുന്നതല്ല. എന്റെ വീട്ടിലെ 4 പുറം മുസ്ലിങ്ങളാണുള്ളത്. ഞാൻ അവരുമായി നല്ല ബന്ധത്തിലാണുള്ളത്. ആ ബന്ധത്തിലുള്ളപ്പോഴും ഞാനും എന്റെ കുടുംബവും ഈ 6 വർഷത്തിന്റെ ആദർശത്തെ ജീവിക്കുന്നത്. അതിന് ഇവരുടെ ആരെയും ഫേസ്ബുക്ക് പോസ്റ്റ് വേണ്ട. അതുകൊണ്ട് പാർട്ടി ചുമതലയുള്ള ആളുകൾ ഇന്നു മുതൽ ഞാൻ ജില്ലാ അധ്യക്ഷനിൽ പറയുന്നു, ഈ എഴുതുന്നതിന് മറുപടി കൊടുക്കണ്ട. ഇപ്പൊ വരുന്ന പോസ്റ്റുകൾക്ക് മറുപടി കൊടുക്കണ്ട. നമുക്ക് കാര്യങ്ങൾ ഒരുപാട് ചെയ്യണം, സംഘടനാ കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ട്. ആ കാര്യവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒരു നല്ല നാളേക്കായി ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെ ആരാണ് ഒന്നാമൻ ഈ കേരളത്തിൽ തെളിയിക്കാൻ നമുക്ക് പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എന്നെ വിശ്വസിച്ച് സെലക്ഷനിലൂടെ ഞാൻ പറഞ്ഞ സെലക്ഷനിലൂടെ എന്നെ തെരഞ്ഞെടുത്ത അഖിലേന്ത്യാ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിനും എന്റെ സഹപ്രവർത്തകർക്കും എവിടെ നൽകിയ സ്വീകരണത്തിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം. പാലക്കാട് വെസ്റ്റ് ജില്ലയുടെ പ്രഥമ പ്രസിഡന്റ് വളരെ ധീരോദാത്തവും അഭിമാനകരവുമായ ഒരു മറുപടി പ്രസംഗം നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ തീരുമാനം പാലക്കാട് വെസ്റ്റ് ജില്ല കേരളത്തിലെ വെസ്റ്റ് ജില്ലയാകുമെന്നാണ്. അദ്ദേഹത്തെ ഹാരാർപ്പണം നടത്തി സ്വീകരിക്കാനുള്ള സമയമാണ് എല്ലാവരും. ഹാരാർപ്പണം തന്നെ ആദ്യം പേര് വിളിക്കുന്നില്ല. ആരും കൊണ്ടുവന്നാൽ എല്ലാവർക്കും ഹാരാർപ്പണം ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ആളുകളെ സ്റ്റേജിൽ നിന്ന് താഴേക്കിറങ്ങേണ്ടതാണ്. ഒരുപാട് ആളുകൾ ഹാരാർപ്പണം ചെയ്യാനുണ്ട്.